ഇപ്പോൾ ജാമ്പയ്ക്കയുടെ സീസണാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ജാമ്പയ്ക്ക അച്ചാറിട്ടാലോ. 1/2 കിലോ ജാമ്പയ്ക്ക നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണേ. വെള്ളം നന്നായി തോർന്നതിന് ശേഷം ജാമ്പയ്ക്ക 2ആയി കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള കുരുക്കളും വേസ്റ്റും ഒക്കെ എടുത്ത് മാറ്റണം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിന് ജാമ്പയ്ക്ക എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരിലാണ് ഇതറിയപ്പെടുന്നത്. എന്തായാലും നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, വിഷാംശം ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ജാമ്പയ്ക്കയെല്ലാം മുറിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 250 ഗ്രാമേ വരത്തുള്ളൂ. സ്റ്റവ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കണം. ചൂടായതിന് ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മുളകിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു പീസ് കായം മുറിച്ചിട്ട് കൊടുക്കണേ. പൊടിക്കായമായിരുന്നാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജാമ്പയ്ക്ക അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിനകത്ത് അല്പം പോലും വെള്ളമില്ല, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാറുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത്. ഇപ്പോൾ അത് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് അച്ചാർ കറക്റ്റ് പരുവത്തിലേക്കാവും. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടാണ്. കൂടുതൽ ചൂട് അതിനെ ഏൽക്കാൻ പാടില്ല. 1 മണിക്കൂറിന് ശേഷമുള്ളതാണ് ഈ കാഴ്ച. കണ്ടോ, കറക്റ്റ് പരുവത്തിലെത്തിയിട്ടില്ലേ അച്ചാർ. ഇനി അതിനെ നമുക്കൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. കൂടാതെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ട്രൈ ചെയ്ത് നോക്കൂ.